Good morning, all of you. Today we are going to discuss another important staining, that is acid fast staining. This method also comes under differential staining methods. So, mainly this acid fast staining, it is used to differentiate whether the bacteria is acid fast or acid non-acid fast. Okay. So, according to the introduction, it is the differential staining technique, and this was first developed by the scientist Zeil, and later this method was modified by the Nielsen. So now this method is also called Zeil-Nielsen staining techniques. Nielsen in 1883 used Zeil's carbofuscin. Zeil's carbofuscin, it is a type of reagent, staining reagent, carbofuscin, and heat those carbofuscin. Then he decolorized with an acid alcohol, and after decolorization with this acid alcohol, he washed and then later counterstained with methylene blue. That is another stain. Thus, the Zeil-Nielsen techniques was developed. So, both of them developed this technique. The main aim of the staining, it is to differentiate bacteria whether it is acid fast group and non-acid fast group. This method is used for those microorganisms which are not staining by simple or gram staining method, particularly the members of the genus Mycobacterium. അപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് മെയിൻലി ടു ഫൈൻഡ് ഔട്ട് ദ മെമ്പേഴ്സ് ഓഫ് ദ ജീനസ് മൈക്കോബാക്ടീരിയം. ആൻഡ് ബിക്കോസ് ദീസ് ഓർഗാനിസംസ് ആർ റെസിസ്റ്റൻറ്റ് can only be visualized by acid fast staining. അപ്പോൾ ഗ്രാം സ്റ്റെയിനിങ് മെത്തേഡും സിമ്പിൾ സ്റ്റെയിനിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് we can't see the organism Mycobacterium. മൈക്കോബാക്ടീരിയം സ്പീഷീസിനെ കാണാൻ സാധിക്കില്ല നോർമൽ ഗ്രാം സ്റ്റെയിനിങ്ങോ അല്ലെങ്കിൽ സിമ്പിൾ സ്റ്റെയിനിങ് ടെക്നിക്സ് പെർഫോം ചെയ്താൽ, ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി റെസിസ്റ്റൻ്റ് ഓർഗാനിസം. അത് കാരണം എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ടർ സെൽ വാൾ എന്ന് പറയുന്നത് തിക്കാണ്, വിച്ച് കൺസിസ്റ്റ് ഓഫ് എ കോമ്പൗണ്ട് കോൾ മൈക്കോളിക് ആസിഡ്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റെയിനും ഈ ഓർഗാനിസത്തിന് പെനട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് സ്റ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. Now coming to the principle of acid fast stain. When the smear is stained with carbofuscin, it solubilizes the lipoidal material present in the mycobacterial cell wall. അപ്പോൾ ഇതിൽ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ പ്രിപ്പയർ ചെയ്യും, സ്മിയർ പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് വി ആർ അപ്ലൈയിങ് carbofuscin. So this carbofuscin solubilizes the lipoidal material present in the mycobacterium cell wall. അപ്പോൾ ഞാൻ പറഞ്ഞു മൈക്കോബാക്ടീരിയത്തിൻ്റെ സെൽ വാൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഹൈ ലിപ്പിഡ് കണ്ടന്റ്, ദാറ്റ് ഈസ് മൈക്കോളിക് ആസിഡ്. അപ്പോൾ ഈ ലിപ്പിഡ് മെറ്റീരിയലിനെ സൊലുബിലൈസ് ചെയ്യാൻ കഴിയും കാർബോൾഫഷിന്, ബട്ട് ഹീറ്റും കൂടി അപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആക്ച്വലി ഈ മെത്തേഡിൽ എങ്ങനെയെന്ന് വെച്ചാൽ കാർബോൾഫഷിൻ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഹീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹീറ്റും കൂടി കൊടുത്തു കഴിയുമ്പോഴാണ് ദിസ് കാർബോൾഫഷിൻ ഫർദർ പെനട്രേറ്റ്സ് ത്രൂ ഔട്ട് ദ ലിപ്പിഡ് വാൾ ആൻഡ് ദെൻ ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ സൈറ്റോപ്ലാസം. സോ ദെൻ ആഫ്റ്റർ ഓൾ ദ സെൽ അപ്പിയേഴ്സ് റെഡ് ഇൻ കളർ. അങ്ങനെയാണ് സെൽസ് റെഡ് കളർ കിട്ടുന്നത്. ദെൻ ദ സ്മിയർ ഈസ് ഡീകളറൈസ്ഡ് വിത്ത് ഡീകളറൈസിങ് ഏജന്റ്. ഇവിടെ യൂസ് ചെയ്യുന്ന ഡീകളറൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് 3% HCl hydrochloric acid in 95% alcohol. But the acid fast cells are resistant. ഇവിടെ ഡീകളറൈസിങ് ഏജന്റ് യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഇറ്റ് ഷോസ് റെസിസ്റ്റൻറ്റ് ടു ദ ആസിഡ് ഫാസ്റ്റ് സെൽസ്. കാരണം എന്താണ്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദ ലാർജ് എമൗണ്ട് ഓഫ് ലിപ്പോയിഡൽ മെറ്റീരിയൽ ഇൻ ദർ സെൽ വാൾ. മൈക്കോളിക് ആസിഡ് ലാർജ് എമൗണ്ട് ആയിട്ടുണ്ട് ഈ മൈക്കോബാക്ടീരിയത്തിൻ്റെ സെൽ വാളിൽ.
സോ ദിസ് മേ പ്രിവെന്റ് ദ പെനട്രേഷൻ ഓഫ് ഡീകളറൈസിങ് സൊല്യൂഷൻ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഡീകളറൈസിങ് സൊല്യൂഷന് ഈ വാള് പെനട്രേറ്റ് ചെയ്തിട്ട് ബാക്ടീരിയയുടെ അകത്ത് പ്രവേശിക്കാൻ സാധിക്കില്ല. ദ നോൺ ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസംസിന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദേ ലാക്ക് ദ ലിപ്പോയിഡൽ മെറ്റീരിയൽ ഇൻ ദർ സെൽ വാൾ. അവരുടെ സെൽ വാളിൽ ഈ ലിപ്പോയിഡൽ മെറ്റീരിയൽ കാണില്ല. ഡ്യൂ ടു വിച്ച്, അതുകൊണ്ട് തന്നെ ദേ ആർ ഈസിലി ഡീകളറൈസ്ഡ് ലീവിങ് ദ സെൽ കളർലെസ്. അപ്പം അതുകൊണ്ട് തന്നെ സെൽസിന് പെട്ടെന്ന് ഡീകളറൈസ് ചെയ്യാനും സാധിക്കും. ഓൾറെഡി ഫസ്റ്റ് സ്റ്റെയിൻ ചെയ്ത കാർബോൾഫഷൻ എല്ലാം റിമൂവ് ചെയ്ത് നൗ ദ സെൽ ബിക്കം കളർലെസ്. എന്നിട്ട് ദെൻ ദ തേർഡ് സ്റ്റെപ്പിൽ വി ആർ സ്റ്റെയിനിങ് ദ സ്മിയർ യൂസിങ് എ കൗണ്ടർ സ്റ്റെയിൻ കോൾഡ് മെത്തിലിൻ ബ്ലൂ. സോ ഓൺലി ഡീകളറൈസ്ഡ് സെൽസ് അബ്സോർബ് ദ കൗണ്ടർ സ്റ്റെയിൻ. അപ്പം അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഡീകളറൈസ്ഡ് ആയിട്ടുള്ള സെൽസ് മാത്രമേ ഈ കൗണ്ടർ സ്റ്റെയിൻ അബ്സോർബ് ചെയ്യുള്ളൂ ആൻഡ് ടേക്സ് ഇറ്റ് കളർ ആൻഡ് അപ്പിയേഴ്സ് ബ്ലൂ. പക്ഷെ ആസിഡ് ഫാസ്റ്റ് സെൽസ് ആണെങ്കിലോ ദേ റിറ്റെയിൻ ദ റെഡ് കളർ വിച്ച് ഹാവ് ഓൾറെഡി ദേ ഗെയിൻഡ് ഇൻസൈഡ് ഇറ്റ്. സോ നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ പ്രൊസീജിയർ ഓഫ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് പ്രൊസീജിയർ. ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് പ്രിപ്പയർ എ ബാക്ടീരിയൽ സ്മിയർ ഓൺ എ ക്ലീൻ ആൻഡ് ഗ്രീസ് ഫ്രീ ഗ്ലാസ് സ്ലൈഡ് using sterile technique. Then after the preparing this bacterial smear, we are allowing that smear to air dry and then heat fix it. എന്നിട്ട് നമ്മൾ എയർ ഡ്രൈ ചെയ്തതിന് ശേഷം വി ആർ ഫിക്സിങ് ദാറ്റ് സ്മിയർ യൂസിങ് ഹീറ്റ്. ഒന്ന് ഹീറ്റ് ഫിക്സേഷൻ നടത്തും. അതായത് ഡ്രൈ ചെയ്തതിന് ശേഷം ഈ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് കാണിക്കും ഈ സ്ലൈഡ്, എന്നിട്ട് ഹീറ്റ് ഫിക്സ് ചെയ്യും. പിന്നെ അത് വേറെ ടൈപ്പ് ഫിക്സേഷനും വരുന്നുണ്ട്, ആൽക്കഹോൾ ഫിക്സേഷൻ. ഈ ആൽക്കഹോൾ ഫിക്സേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത് when the smear has not been prepared from the sodium hypochlorite treated sputum. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, ആക്ച്വലി നമ്മൾ ഈ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിന് എടുക്കുന്ന സ്മിയറുകൾ അധികവും സ്പ്യൂട്ടായിരിക്കും, കഫ് സ്പ്യൂട്ടം. കാരണം മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കോസിങ് ട്യൂബർക്കുലോസിസ്. അതായത് TB നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ട്യൂബർക്കുലോസിസ്. അതിൻ്റെ കോസേറ്റീവ് ഏജന്റ് ആണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. അപ്പോൾ ഇത് സാധാരണ അസുഖം വരുത്തുന്നത് ന്യൂമോണിയ, കഫ്, അങ്ങനത്തെ ഒക്കെ അസുഖങ്ങളല്ലേ പ്രൈമറിലി ഉണ്ടാക്കുക. പിന്നെ ക്ഷീണം വേറെ അതൊക്കെ വരുന്നുണ്ട്, പക്ഷെ പ്രൈമറിലി അത് എഫക്റ്റ് ചെയ്യുക ലങ്സിനെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ആർ ടേക്കിംഗ് ദ സാമ്പിൾ സ്പ്യൂട്ടം, കഫും സ്പ്യൂട്ടൊക്കെയാണ് എടുക്കാറ്. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് ആക്ച്വലി അതിനൊന്ന് എന്തെങ്കിലും എറോസോൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണ്ടാമിനേഷൻ വന്ന് നമുക്ക് ആ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്ക് TB, കാരണം TB എയറോസോൾ വഴി പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ ആദ്യം ഈ സ്പ്യൂട്ടം സാമ്പിളിനെ ഒന്ന് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് അഥവാ ബ്ലീച്ച് യൂസ് ചെയ്തൊന്ന് ട്രീറ്റ് ചെയ്യും. എന്നിട്ടാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള പ്രൊസീജിയർ, അതായത് സ്മിയർ ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് അഥവാ ബ്ലീച്ച് വെച്ച് ട്രീറ്റ് ചെയ്യാത്ത സ്പ്യൂട്ടാണെങ്കിൽ മാത്രമാണ് വി ആർ ഫിക്സിങ് യൂസിങ് ആൽക്കഹോൾ ഫിക്സേഷൻ. അതാണ് ഇവിടെ പറയുന്നത്. സോ the alcohol fixation, it is recommended when the smear has not been prepared from sodium hypochlorite treated sputum and will not be stained immediately. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് ആൽക്കഹോൾ ഫിക്സേഷൻ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് വേപ്പറൈസ് ചെയ്ത് പോകണ്ടേ ആൽക്കഹോൾ വെച്ച് ഫിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് this can be killed by bleach and during the staining process. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്ലീച്ച് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കിൽഡ് ആവും. അപ്പോൾ നമുക്ക് എന്താ പറയുക, മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടത് ഈ സംഗതി ഈ പേഷ്യൻറ്റിൻ്റെ സ്പ്യൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവണം, അത്രേ ഉള്ളൂ. പക്ഷെ നമുക്കത് സ്പ്രെഡ് വരാൻ പാടില്ല. ഈ
സ്റ്റെയിനിങ് ചെയ്യുന്ന വ്യക്തിക്ക് അത് സ്പ്രെഡ് ആവാതിരിക്കാനാണ് വി ആർ കില്ലിങ് യൂസിങ് ദിസ് ബ്ലീച്ച്. ഹീറ്റ് ഫിക്സേഷൻ ഓഫ് അൺട്രീറ്റഡ് സ്പ്യൂട്ടം will not kill the Mycobacterium tuberculosis. അപ്പോൾ അൺട്രീറ്റഡ് സ്പ്യൂട്ടം എന്ന് പറയുന്നത്, അതായത് സ്പ്യൂട്ടം ബ്ലീച്ച് വെച്ച് ട്രീറ്റ് ചെയ്യാത്ത സ്പ്യൂട്ടാണെങ്കിൽ ഹീറ്റ് ഫിക്സേഷൻ ചെയ്തു എന്ന് വിചാരിച്ച് വി കാൺ കിൽ ദ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിനെ നമുക്ക് കില്ല് ചെയ്യാൻ സാധിക്കില്ല. ഹീറ്റ് ഫിക്സേഷൻ ചെയ്തുകൊണ്ട് മാത്രം ഇറ്റ് ഡസൻ കോസ് the death or the killing of this Mycobacterium tuberculosis. Whereas പക്ഷേ ഈ അൺട്രീറ്റഡ് സ്പ്യൂട്ടത്തിന് പകരം ഇഫ് വി ആർ ഫിക്സിങ് യൂസിങ് ആൽക്കഹോൾ ഫിക്സേഷൻ ഇറ്റ് ഈസ് ബാക്ടീരിയസൈഡൽ. അപ്പോൾ നമ്മൾ ആൽക്കഹോൾ വെച്ച് ഫിക്സ് ചെയ്തിട്ടുള്ള ഇപ്പോൾ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ബ്ലീച്ചിന് പകരം വി ആർ പെർഫോമിങ് ആൽക്കഹോൾ ഫിക്സേഷൻ ഇൻ ദിസ് ബാക്ടീരിയ. അങ്ങനെയാണെങ്കിലും ഇറ്റ് ഈസ് ബാക്ടീരിയസൈഡൽ എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് കില്ലിംഗ് ഇഫക്റ്റ്. എന്നിട്ട് നമ്മൾ ഹീറ്റ് ഫിക്സ് ചെയ്യാവും ബെറ്റർ. അപ്പം നേരിട്ട് ഒന്നും ചെയ്യാതെ ഹീറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലൊന്നും മൈക്കോബാക്ടീരിയം കില്ലാവില്ല. സോ ദാറ്റ് മേ കോസ് എയറോസോൾ ട്രാൻസ്ഫർ ഓഫ് ദിസ് ഇൻഫെക്ഷൻ ടു ദോസ് പേഴ്സൺ ഹു ഈസ് പെർഫോമിങ് ദിസ് സ്റ്റെയിനിങ്. അപ്പോൾ ആക്ച്വലി ഈ ഇത് ചെയ്യുമ്പോൾ വളരെയധികം മാസ്കും ഗ്ലൗസും അങ്ങനെയുള്ള ഇതൊക്കെ പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് വി ആർ യൂഷ്വലി പെർഫോമിങ് ദിസ് ടൈപ്പ് ഓഫ് സ്റ്റെയിനിങ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ ആഫ്റ്റർ ദ ബാക്ടീരിയൽ സ്മിയർ പ്രിപ്പറേഷൻ വി ആർ കവറിങ് ദ സ്മിയർ വിത്ത് കാർബോൾ ഫഷിൻ സ്റ്റെയിൻ. കാർബോൾ ഫഷിൻ സ്റ്റെയിൻ വെച്ചിട്ട് നമ്മൾ സ്മിയറിനെ കവർ ചെയ്യും. പിന്നെ എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ബാക്ടീരിയൽ സ്മിയർ ഉണ്ടാക്കി വി ആർ അപ്ലൈയിങ് കാർബോൾ ഫഷിൻ ഓൾ ഓവർ ദ സ്ലൈഡ്. ദെൻ വി ആർ അപ്ലൈയിങ് ഹീറ്റ് അൺടിൽ വേപ്പർ ജസ്റ്റ് ബിഗിൻ ടു റൈസ്. എങ്ങനെയാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്? യൂഷ്വലി നമ്മൾ ഫ്ലെയിം എടുത്തിട്ട് വി ആർ പ്ലേസിങ് ദിസ് സ്റ്റെയിൻ, ഈ സ്ലൈഡ് വി ആർ പ്ലേസിങ് ദിസ് സ്ലൈഡ് ഓൺ എ റാക്ക്. ഒരു റാക്കിൽ വെച്ചിട്ട് ഒരു റോഡ് വെച്ചിട്ട് നമ്മൾ അതിൽ സ്ലൈഡ് വെക്കുന്നു. ദെൻ വി ആർ അപ്ലൈങ് ദിസ് ഹീറ്റ് അടിയിലൂടെ, അതായത് സ്ലൈഡിൻ്റെ അടിഭാഗത്തൂടെയാണ് നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നത്. സോ വി ആർ ഹീറ്റിംഗ് ദ സ്റ്റെയിൻ അൺടിൽ വേപ്പർ ജസ്റ്റ് ബിഗിൻ ടു റൈസ്. ജസ്റ്റ് അതിൻ്റെ മുകളിലൂടെ വേപ്പർ ഇങ്ങനെ ചെറുതായിട്ടൊരു വേപ്പർ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്രയും ആ ഒരു ലെവലിൽ വേണം ഹീറ്റ് ചെയ്യാൻ. ഒരു സ്ലൈഡിൽ തന്നെ കണ്ടിന്യൂസ് ഹീറ്റ് കൊടുത്താൽ ചിലപ്പോൾ സ്ലൈഡ് തന്നെ പൊട്ടിപ്പോകും. അപ്പോൾ നമ്മളിങ്ങനെ വേവറിങ് ആയിട്ടാണ് ഹീറ്റ് കൊടുക്കേണ്ടത്. അതായത് കുറേ സമയം ഇങ്ങനെ പിടിക്കരുത്. ജസ്റ്റ് നമ്മളിങ്ങനെ ഇത് പൊസിഷൻ ഇങ്ങനെ മാറ്റി ഒന്ന് ജസ്റ്റ് അങ്ങനെയാണ് നമ്മൾ ഹീറ്റ് കൊടുക്കേണ്ടത്. ഡു നോട്ട് ഓവർ ഹീറ്റ്. എന്നിട്ട് ദെൻ അലൗ ദ ഹീറ്റഡ് സ്റ്റെയിൻ ടു റിമൈൻ ഓൺ ദ സ്ലൈഡ് ഫോർ 5 minutes. 5 minutes അവിടെ വെക്കണം ഹീറ്റഡ് സ്റ്റെയിൻ. ദെൻ great care must be taken when heating the carbol fushin, especially if the staining is carried out over a tray or other container in which highly flammable chemicals have collected from the previous staining. അപ്പോൾ ഇത് ഹീറ്റ് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ട്രേയിൽ വേറെ എന്തെങ്കിലും ഹൈലി ഫ്ലെയിമബിൾ കെമിക്കൽസ് ഉണ്ടെങ്കിൽ തീ പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വി ഷുഡ് ടേക്ക് എക്സ്ട്രാ കെയർ while heating the slide with carbol fission. Only a small flame should be applied under the slides. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്ലൈഡിൻ്റെ അടിഭാഗത്തു കൂടെയാണ് നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നത് റാക്കിൽ വെച്ചതിന് ശേഷം. Then so only a small flame should be applied under the slides, and this can also be done using an ignited swab previously dampened with few drops of acid alcohol or 70% ethanol or methanol. Do not use a large ethanol soaked swab because there is a fire risk. അത് കഴിഞ്ഞ് ഹീറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം we are washing off the stain with clean water. When the tap water is not clean, wash the smear with filtered water or clean boiled rainwater. Then after that we are covering the smear with
this decolorizer, that is 3% acid alcohol.